ഹലോ ഗൈസ്, കുറേ ദിവസം ഒരു മാസം 1.5 മാസം അത് കണ്ടിട്ടും തോന്നുന്നു. സംഭവം വേറെ ഒന്നുമല്ല വ്ളോഗ് ഇടാത്തത്. വ്ളോഗ് എല്ലാം ഇട്ട് റെഡി ചെയ്ത് നോമ്പിന് ഫുള്ളും വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചപ്പം അത് അമ്മ അവിടെ വരുന്നുണ്ട്, 1 മിനിറ്റ് പോസ് ആക്കുന്നുണ്ട്. അമ്മ പോയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ പറഞ്ഞ പോലെ എന്താണ്, നോമ്പിന് ഫുള്ള് വ്ളോഗ് ഇടാൻ രസമാണല്ലോ നോമ്പിന് വ്ളോഗ് ഇടുന്നത്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് വന്നപ്പം പരീക്ഷകൾ വന്നു, പ്രൊജക്റ്റിൻ്റെത് വന്നു, പ്രൊജക്റ്റിൻ്റെ വൈവ, മറ്റേ എക്സാം, ലാബ് എക്സാം 2 അത് 75 പ്രോഗ്രാം, അതിൽ ഏതെങ്കിലും 4 വരുള്ളൂ. അതൊക്കെ കിട്ടി, എന്തോ ഭാഗ്യത്തിന് കിട്ടി. ലാസ്റ്റ് എക്സാം നമുക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഓവറാക്കി പറയുന്നത് ചോദിക്കല്ല, കിഡിലും പ്രഷർ ചെയ്യുന്നത് കൂടുതലുള്ളവർക്കും അതിനാലിക്കും ആർക്കാണേലും ഭയങ്കര ടെൻഷനും പ്രഷർ, പഠിക്കുന്നവർക്ക് വരെ ടെൻഷനും പ്രഷറും, കഴിയൂല പൊട്ടുന്നുള്ള പേടി, അത്രയ്ക്ക് സീനുള്ള എക്സാമുകളായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വരാനുള്ളത് 23 അങ്ങനെ 1-ാം തീയതി വരെ ഫൈനലായിട്ടുള്ള തിയറി എക്സാമുള്ള. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും സബ്മിറ്റ് ചെയ്ത് മാർക്ക് കിട്ടി, ഇൻ്റർണലൊക്കെ കുഴപ്പമില്ലാത്തുണ്ട്. അപ്പം അതിൻ്റെ പ്രഷർ. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എക്സാം മാത്രമല്ലായിരുന്നു, വേറെ എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ കൂടി വന്ന്. പിന്നെ വീട് മാറിയതിന് ശേഷം ഒരു വ്ളോഗ് പോലും വിട്ടിട്ടില്ല. വീട് മാറിയതിന് ശേഷം വ്ളോഗ് ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വീട് ഇതാണ്, നമ്മളെ ഏരിയ ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട്. ഫ്രണ്ടിലൂടെ വീട്, അവിടെയൊക്കെ ഒരു വീട്. ഇതാണ് നമ്മൾ അവിടെ. അത് കാറ് നിർത്താൻ ഇവിടെ കുറച്ച് വളയ്ക്കാൻ കുറച്ച് പണിയായതുകൊണ്ട് പിന്നെ എനിക്ക് എളുപ്പം നേരിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നേരിട്ട് അവിടെ പോയിട്ട് അവിടെ വളച്ചേക്കുന്ന, പിന്നെ പോകുമ്പോൾ ഇതിലെങ്ങെടുത്ത് പോവുക. ഇവിടെ നിർത്തുമ്പോൾ ഇങ്ങനെ വളച്ച് എടുക്കണം. എടുക്കുന്നതിനല്ല പ്രശ്നം, അവിടെ 2 വണ്ടിയുണ്ട്, അത് മാറ്റി വെക്കും വേണം. പ്ലസ് ഇത് കട്ടിങ് ഉണ്ടോ, ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒക്കെയാണ്. അപ്പം കുറച്ച് ഡേഞ്ചറാണ്, ഒരു പേടി എന്തെങ്കിലും പറ്റുമെന്ന്. പിന്നെ അതാ നമ്മളെ ഒരു ചാമ്പക്കന്മാരുണ്ടായിരുന്നു, ഇതൊന്നും കാണിച്ചില്ല. ഇപ്പം ഇത്രേ ഉള്ളൂ, ഈ 1, 2, 3 ശരിക്കും ഇത് നിറച്ചതാ. ഈ കാണുന്ന ഫുള്ള് ഒരു റോസ് കളറൊന്ന് ആലോചിച്ച് നോക്ക്, അത്രയ്ക്കും ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് ഹോം ടൂർ അല്ലെങ്കിൽ ഈ പുതിയ വീട് ഫുള്ള് കാണിക്കുന്ന വേറെ വ്ളോഗിലൊക്കെ ഇപ്പം വേറെ കുറച്ച് പണികളാണ്. എന്തായാലും ഫ്രണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഉള്ളിലോട്ടേക്ക് പോകുന്ന സെറ്റപ്പ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം ഞാനവിടെ വണ്ടി വൃത്തിയാക്കി കൊണ്ടുപോകാം. നിലത്തൊക്കെ അതാ ചാമ്പൊക്കെ കിടക്കുന്നു. അപ്പം ഈ വീട്ടുകാർ ഇവിടെ ഇല്ല, ഓല് റെഡി വരും. അവിടെ ഒരു ദൂരങ്ങൾ നോക്കുന്ന ഒരു വെളുത്ത കളറിൽ കണ്ടില്ല റോഡിൽ, അത് പരിപാടി എന്തേലും അതിലിടിഞ്ഞതായിരുന്നു നമ്മൾ വരുന്നതിന് മുന്നേ കുറച്ച്. അപ്പോൾ അത് റെഡിയാക്കി. ഇപ്പോൾ അതാ ഇതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഡോറിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. 1 മിനിറ്റ്. ഓക്കെ, ക്ലീൻ ആക്കിയായിരുന്നു. ഇതാ ഈ നിലത്ത് കാണുന്നില്ല, ഇതാ അത് ഒക്കെ ഈ മണ്ണ് ഒക്കെ ഇതിനുള്ളിലുള്ളായിരുന്നു, അതൊക്കെ ക്ലീൻ ആക്കി കൊണ്ടുവയ്ക്കായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, നാസിക്കുന്ന മാമനും അമ്മയും കസിൻസൊക്കെ വരുന്നുണ്ട്. അപ്പം ഓലെ കൂട്ടാൻ എയർപോർട്ടിൽ പോകണം. കാർ ഇവിടെ ആയതുകൊണ്ട് എളുപ്പമാണല്ലോ, ഇവിടുന്ന് 1 മണിക്കൂർ 4 മണിക്കൂറുള്ള എനിക്ക്. അപ്പോൾ ഓലെ പിക്ക് ചെയ്ത് അതിനായിട്ട് പോയി 3 നാളെ അവിടെ നിന്ന്. പെരുന്നാൾ മറ്റന്നാളാണ്, നാളെ തന്നെ വരും. മറ്റന്നാളല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ വരും. മറ്റന്നാൾ ആവാണ്ടിരുന്നാൽ മതി. ശനിയാഴ്ച ആയാൽ സംഭവം എളുപ്പമായിരുന്നു. വെള്ളിയാഴ്ച സമാധാനത്തിൽ വന്നാൽ മതിയായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ജുമാ കഴിഞ്ഞിട്ട്. അപ്പം വണ്ടി ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഓല് 8:30 എത്തും. ഇപ്പോൾ ടൈം എത്ര? ഇപ്പോൾ നോമ്പ് തുറക്കാൻ ടൈം ആയിട്ടുണ്ടോ? 1 മിനിറ്റ്, ടൈം നോക്കണ്ടേ. അയ്യോ, ടൈം ഇപ്പോൾ 5:45, 6 മണി ആവാനായി. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇന്നൊരു മരണം ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ മരണത്തിന് പോയി, ഇതിലടിച്ച പെട്രോളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ 2 ടോപ്പ് അടിക്കണം മരണത്തിന്. അവിടെ ഇത് പള്ളിത്തെ അവിടെ വീടിനടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പം സാധാരണ ഞാൻ പകൽ കിടന്നിട്ടാണ് ഉറക്കം റെഡിയാക്കിയത്. ഇപ്രാവശ്യം ഉറക്കം റെഡിയാക്കി അങ്ങോട്ട് കഴിഞ്ഞില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഉള്ള ടൈം കുറച്ച് നേരം ഇറങ്ങിയാണ്. ഇനിയിപ്പം ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ പോയി മാറ്റി ഫുഡൊക്കെ അടിച്ച് 7:15 ആകുമ്പോഴത്തേക്കും ഇറങ്ങണം. എന്നാലും അവിടെ, കാരണം കൊണ്ടോട്ടി റോഡാണ്, എയർപോർട്ട് റോഡൊക്കെ ആകുമ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അഥവാ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പെട്ടില്ലേ. കുറച്ചൊരു 10 മിനിറ്റ് നേരത്തെ പോയി നിന്നാൽ സമാധാനം. 8:30 ആകുമ്പോൾ എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോകുമ്പോൾ കാണാം. എനിക്ക് ഇന്നെ തന്നെ ഇതിൽ കാണാമല്ലോ, ക്യാമറ സെറ്റ്.
അപ്പം അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. പരീക്ഷ ഇല്ലാണ്ട് വേറെ എന്തോ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, എന്തെന്ന് മറന്നുപോയി. എന്തോ ഒരു കാരണം കൊണ്ടാണ്, എന്തോ ആണ് മറന്നുപോയി. ആ സംഭവം ഓർമ്മ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം എന്തായാലും ഒന്ന് പിക്ക് ചെയ്യുമ്പോഴും വയനാട്ടിൽ പോകണമൊക്കെ കാണാം. മാമനും മാമിയും വ്ളോഗിൽ ഹായ് പറയുമോ ഒന്നും കാരണൂടാ, ചോദിച്ചു നോക്കാം. എന്തായാലും വരുന്നത് വീഡിയോ എടുക്കും, പോകുന്നത് ഒരു വീഡിയോ എടുക്കും. എന്തെങ്കിലും പറയില്ല എന്നൊന്നും നമുക്കറിയില്ല, നോക്കാം. ഞാൻ കാറൊന്ന് ക്ലീൻ ആക്കട്ടെ, ഓക്കെ സെറ്റാക്കാം. അയ്യോ, ഇത് ഞങ്ങൾ കുടിച്ചിട്ടതാണ്, തൽക്കാലം നിലത്തേക്കിട്ടാണ്, ആരും ഇതാക്കണ്ട. തൽക്കാലം നിലത്തേക്കിട്ടിട്ട് നമുക്ക് സെറ്റാക്കാം. എങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയല്ല, സെറ്റ്. ഇങ്ങനെയാണോ? ഇങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീട്ടിലത്തെ താത്ത വന്നിരുന്നു, അപ്പോൾ ഒന്ന് പോസാക്കിയതാണ്. അയ്യോ, അവർക്ക് ബാഗ് വെക്കാൻ സെറ്റപ്പ് ആക്കണ്ടേ. ഇതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് വെച്ചാൽ ബാഗ് വെക്കാൻ സമയമുണ്ടാവും. അയ്യോ, ഇതിപ്പോൾ മറ്റേ മാമന് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയില്ല. ഇത് പുറത്തിടക്കത് വ്ളോഗ് എടുത്തുകൊണ്ട് എടുക്കാൻ കുറച്ച് എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, തൽക്കാലം നമ്മളിതാ ഇത്ര സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മതിയായിരിക്കും, ഒരു പെട്ടികൾക്ക് മതിയാവുമല്ലോ. പിന്നെ 4 ആൾക്കാരുണ്ട്, ഇരിക്കുമ്പോൾ സീറ്റിൽ വെക്കാൻ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ക്ലീനാക്കി സെറ്റാക്കിയത്. ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഈ കവർ മാമൻ്റെ ആണ്, ഇത് ആവശ്യമുള്ളതാണോ ആവശ്യമുള്ളതല്ല എന്തോ ആണ്. ഇത് തൽക്കാലം ഇവിടെ പോലെ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വരുമായിരിക്കും, നോക്കാം, എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. വണ്ടി ഏകദേശം ക്ലീൻ ആക്കേണ്ടല്ല, എൻ്റെ ഭാഗം റെഡിയാക്കിയിട്ടില്ല. അയ്യോ, ഡയറി മിൽക്കൊക്കെ അത് നല്ല തുണിയാണ്, ഇതെടുത്തിട്ട് വെറുതെ അമ്മേ ചുമ. തത്ത് അയ്യോ തത്ത്. ഞാനിരുന്നതിലെ പൊടി കൂടുതൽ. അമ്മേ, സെറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു തുണി വന്നിട്ട് എല്ലാം ഒന്ന് തുടച്ചേക്കാം. ഡോറൊന്ന് തുറന്ന്, ഡോറൊന്ന് തുറന്നടാ, മാക്സിമം പൊടിയൊക്കെ പോകണം, പോയിക്കോട്ടെ. നല്ല പൊടിയുണ്ട് അവിടെയൊക്കെ, സെറ്റാക്കാം. എൻ്റെ ഫോൺ ഫുള്ള് പൊടി. കഴുകാനുണ്ടായാലും കഴിയില്ല, ഞാൻ ടൈമും ഇല്ല. ഇനി അതൊക്കെ വിചാരിച്ചില്ല, ഇപ്പോഴാണ് ആ മരണം കയറി വന്ന്. നോക്കട്ടെ, ഇനി സെറ്റ് തുണി കിട്ടി. ഈ തുണി കിട്ടാൻ കുറച്ച് പാടാണ്, കാരണം നല്ല തുണികൾ തുടയ്ക്കാൻ തരില്ല, എടുത്തിട്ട് വേഗം പോകുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ട്. പുല്ല് മാത്രമേ തുടയ്ക്കുന്നുള്ളൂ, പുറം താക്കാൻ വയ്യ, പണിയെടുക്കാൻ വയ്യ, എനിക്കൊട്ടും വയ്യ. ആദ്യം തുടച്ച് ക്ലീനാക്കിയാൽ ഇതൊന്ന് ആകെ നമ്മൾ കുറച്ച് ദൂരെ പോയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പൊടി, എല്ലാം പൊടി പിടിച്ചടക്കുന്നു. ഇതെന്താന്ന് തുറന്നു നോക്കിയിട്ടും കൂടി ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഒന്നുമില്ല. സാനിറ്റൈസർ, കുപ്പിവെള്ളം സെറ്റ്. പോകുമ്പോൾ എന്തായാലും വെള്ളക്കുപ്പി വാങ്ങണം. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ദാഹിക്കും എന്തായാലും. ഓക്കെ, ഈ സൈഡ് സെറ്റ്.
ക്യാമറയ്ക്ക് ലാഗാവുന്നുണ്ട്. 10% ചാർജ്. ഇത് പിന്നെ തുടക്കേണ്ടത്, ഞാൻ സ്ഥിരം കയറുന്നുണ്ട്, വലിയ വിഷയമില്ല. ഇവിടെയൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടായിരുന്നത്. എന്തൊക്കെ ഓണായിട്ടുണ്ട്. ഈ തുണി ഉണ്ടായിരുന്നു, അതിന് കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ തുടയ്ക്കാൻ മാത്രമൊന്നുമില്ല. എന്നിട്ടൊന്ന് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് എന്താ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പൊടിയുണ്ട് എന്തായാലും. ഇത് വളരെ വളരെ നല്ലതാണ്. നല്ല ഉറക്കാണെന്ന് വയ്യ, അതുകൊണ്ട് നമ്മൾ ഒപ്പിക്കുന്നു. എന്തെങ്കിലും തുറന്ന് നിൽക്കുക. പിടിപെട്ടെ പിടിപെട്ടെ. വെറുതെ തുടക്കല്. മൈ ഗോഡ്, അയ്യോ ആകത്തോ. അന്ന് ഞാൻ കഴുകി കുറച്ച് വട്ടം പുറത്ത് ഇറക്കിയാണ്, പക്ഷെ എന്നാലും ഇത്രയ്ക്കും പൊടിയാവേണ്ട മാത്രം ഇറക്കിയിട്ടില്ല. അപ്പം നല്ല പൊടി ഉണ്ട് ഈ സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ. അയ്യോ കത്തി 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 കത്തി. മൂൾഭാഗം തുടച്ചാലേ പണി കിട്ടുകയുള്ളൂ. ഇവിടെ തുടയ്ക്കാം. ഇന്ന് തന്നെ ഇത് കാണാലോ. അമ്മീ ഇത്രയൊക്കെ മതി. ഇപ്പം തൽക്കാലം ടൂറ് പോയല്ലോ. ഇവിടെ നിന്ന് ഞാനെന്താ ഇപ്പം തെറിപ്പിച്ച് ഇത്രയും ചളിയാവാനി. എന്താ പൊടി. സാധനം തുടച്ചിട്ടുണ്ട്, സെറ്റാണ്. ആദ്യം തുറന്നിട്ട് പോകുമ്പം വേറെ കയറുമല്ലോ എന്തായാലും. ഒറ്റയടിക്കാനൊക്കെ ഒന്ന് കുറച്ച് നേരത്തെ വേണം. എല്ലാം അടഞ്ഞിട്ടുണ്ടോ? ഓക്കെ, സെറ്റ്. വേസ്റ്റ് കവറിലാക്കി കൊണ്ടുപോകാം. അയ്യോ ഫോണിപ്പോൾ ഓഫാകാൻ മതിയിട്ട്. കവറ് തുറക്ക് കവറ്.
ഒരു കവറിൽ വേസ്റ്റ് ഇട്ടതിന് ഇപ്പം എന്തായാലും ചീത്ത കേൾക്കും. സെറ്റ്. അപ്പം ഇനി ചാർജൊക്കെ ചെയ്തിട്ട് സെറ്റായിട്ട് ഫ്രഷായിട്ട് നോമ്പ് തുറക്കുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, റൂം കാണുമല്ലോ. ഞാൻ എന്തായാലും ഒന്നുമില്ല, പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. എന്തായാലും കാണിക്കും, കുറച്ച് നമ്മൾ വൃത്തി കാണിക്കാൻ നിൽക്കുന്നില്ല, വേറെ വ്ളോഗ് ഇടാം. ഇപ്പം നാളെ 2 ദിവസം നിൽക്കുകയാണെങ്കിൽ 1 ദിവസം നിൽക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോകണം. തിരിച്ച് വരുമ്പോൾ പള്ളിത്താഴത്തേക്ക് ഡയറക്റ്റ് പോവാം. അപ്പം പെരുന്നാൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ സെറ്റാക്കണം. പെരുന്നാൾ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. അതിക്കൊന്നും ഇതിപ്പോൾ എവിടെ വെക്കും ഞാനൊന്ന്, അല്ലെങ്കിൽ ഓരോന്ന് എടുക്കുമ്പോൾ കാണിച്ചു തരാം. അയ്യോ, പാൻറ്റ് ഇതാണ് വെളിച്ചത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇത് ബ്ലാക്ക് തന്നെ, ഫുള്ള് ക്ലീൻ ബ്ലാക്ക്. മറ്റേ ഇങ്ങനെ കിട്ടിയില്ല, ഇങ്ങനെ ഇപ്പോൾ പിടിക്കുക. ആ എന്താണ് കൊറിയൻ പാൻറ്റ്, അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. ആ സംഭവം സെറ്റാണ്, എനിക്കിഷ്ടമായി. ഭയങ്കര ഇടാനും സുഖമുണ്ട്. പിന്നെ ഷർട്ട്, ആദ്യം ഒരു ഷർട്ട് എടുത്ത്, പിന്നെ ഈ പാൻറ്റിലേക്ക് മാച്ചാൻ വെറുതെ വേറെ ഷർട്ട് ഇട്ട് നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ സാധനം. എല്ലാവരും പറഞ്ഞ കിട്ടില്ലാണ്, എനിക്ക് ഇഷ്ടമായിക്കണം. പക്ഷേ അതൊരു കോമൺ സാധനം പോലെ തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. മാച്ചിങ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഡ്രസ്സിങ് പോയിന്റ്. പിന്നെ ഷൂ എടുത്തിട്ടുണ്ട്. നമ്മളെ ഷൂ, അയ്യോ ഷൂ കേട്ടോ, സെറ്റ്. ആദ്യം ഒരു ഷൂ എടുത്ത്, അതിന് വില കൂടുതലാണെന്ന് കണ്ടപ്പോൾ മാറ്റിയെടുത്തതാണ്. എന്താ 6 അല്ലേ? എന്തായാലും സംഭവം സെറ്റിങ് ഇഷ്ടമായിക്കണ്. ലോഫ്റ്റിൽ നിന്ന് ഹയാൻഷൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ഷോപ്പാണ് കടന്നപ്പാറ പോയിട്ട്. അതാണ് ഈ ഡ്രസ്സ്, എനിക്ക് വീട്ടിൽ നിന്നിട്ടുള്ള ഡ്രസ്സ് ഇപ്പോൾ പോകുമ്പോൾ പിന്നെ ചാർജർ, എയർപോർട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ ബാഗിലേക്ക് ആക്കാം. ഓക്കെ, അപ്പം ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം ഇത്ര ഉണ്ട് സാധനം. ഒന്ന് ഷൂ, പിന്നെ പെരുന്നാൾ ഡ്രസ്സ്, പിന്നെ അവിടെ പോയിട്ട് ഇടാനുള്ള 2 കൂട്ടം എടുത്ത്. അഥവാ 2 ദിവസം നിൽക്കേണ്ടി വന്നാലും ഇല്ലെങ്കിൽ പള്ളിത്തേക്ക് എന്തായാലും ഇടണമല്ലോ. പിന്നെ തിരിച്ചിടുമ്പോൾ ഇടണമല്ലോ. ടീ-ഷർട്ട് ഇട്ട് പോയി, പിന്നെ അതന്നെ ഇട്ട് വരുമ്പോൾ കുഴപ്പമില്ല. പിന്നെ തിരുമ്പി ഉണങ്ങിയില്ലെങ്കിലൊക്കെ പണി. വയനാടാണ് ഇപ്പോൾ തണുപ്പുണ്ട്, ഇപ്പോൾ ചൂടിൻ്റെ ടൈമാണ്. എന്നാലും അതൊക്കെയാണ്. ഇപ്പം ഒത്തിരി സെറ്റായിട്ടുണ്ട്. ഇനി മാറ്റുക, നോമ്പ് തുറന്ന് ഫുഡ് കഴിച്ച് മാറ്റുക, പെട്രോൾ അടിക്കുക, കാറ്റൊന്ന് കയറ്റുക, പോവുക. അത്രേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. പോവുക, പിക്ക് ചെയ്യുക, അതിനെടുക്കുക, പോകുന്നതൊക്കെ വിശേഷങ്ങളൊക്കെ ഗൈസ്. അയ്യോ, നമ്മൾ അതിനാണല്ലേ വീട്ടിലെത്തിയിരിക്കുന്നു. ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞത്. എന്തായാലും ഇവിടെ കയറാമെന്ന് വിചാരിച്ചപ്പം ഇവിടെ ആയതുകൊണ്ട് ടൈം പോകില്ല. ഇവിടെ നിന്ന് 1 മണിക്കൂറേ ഉള്ളൂ ഇനി എയർപോർട്ടൊക്കെ. അല്ലേ സ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് എത്ര ദിവസം, 1 മാസമായില്ലേ? അത് എത്ര 19 ദിവസത്തിൽ നിന്നുപോയി. നോമ്പ് വന്നപ്പോൾ സ്റ്റക്കായി, എക്സാം നോമ്പും കൂടി. വത്തക്ക വെള്ളം ഒതന്റിക്. സമാധാനായി. ഓനാണ് എന്തിനാ ഡെയിലി വ്ലോഗ് ഇടാൻ പറഞ്ഞു. 30 ദിവസം 19 സ്റ്റക്കായിപ്പോയി. അത് ഞാൻ പറഞ്ഞല്ല എന്നെ. ഫ്ലൈറ്റ് 9 മണിക്കെത്തും. ഇപ്പം 7:45. ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചൊരു 15 മിനിറ്റ്. ഇപ്പോൾ 1 മണിക്കൂർ ടൈം ആയിട്ട് ഡിലേ ആയതുകൊണ്ട് നല്ല തണുപ്പ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നാജട്ട് വന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ കാണാം. അല്ലേ? ഓ മൈ ഗാഡ്, ആരോടെ ഇത് വാങ്ങിയത്? പുതിയ വാങ്ങിയതാ? ആ, അന്ന് വാങ്ങിയത്. ഓ, ഇതാണ്. ഇത് നോക്കട്ടെ. എനിക്ക് ചെയിൻ ഇഷ്ടമില്ല. ചെയിൻ ഉണ്ടല്ലോ. ഇത് അവനക്ക് ഇവിടെ നിട്ടി വെച്ച് ബൂട്ടിനിടെ വരുന്ന നാനക്ക് ആദ്യത്തിലേക്ക് ബൂട്ട് ചേരുമല്ലോ അല്ലേ? ഓ, ഒതന്റിക് ഡ്രസ്സാണ് വേണ്ടത്. പക്ഷെ ഷർട്ട് എനിക്ക് ഒരു ഡാർക്ക് അല്ലാണ്ട് ഒരു ഇങ്ങനത്തെ ഒരു പ്രീമിയം കളർ ഉണ്ടാവില്ലേ, എടുത്തുവിടുന്നു. ഉറപ്പാണോ? ഓ, അതാ
ഓക്കെ, ഫ്ലൈറ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ട്രാക്ക് ചെയ്യാം. ഗൈസ്, മിൽക്ക് സർബത്ത് എത്ര മൂന്നെണ്ണം ഉണ്ടാ? ഒന്നതി എനിക്ക് എന്തായിരുന്നു വേണം ഫുള്ള്. ഒന്ന് മതി. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വ്ലോഗ് എടുക്കുന്നു മാച്ചി. 1 മുതൽ എല്ലാം എടുക്കണം വിചാരിച്ചു, ഒന്നും നടന്നില്ല. ഒന്നും അങ്ങനെ നടക്കൂലല്ലോ ഒരിക്കലും. ഗൈസ്, എയർപോർട്ടിലെത്തി, ഒൽക്കണ്ടി കാത്തേക്കാണ് എത്തിയേക്കണ്. ഇനി പുറത്തിറങ്ങണം. ഇപ്പം ഇറങ്ങും. എത്തിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇറങ്ങുന്ന ടൈമായിട്ടുണ്ട്. അപ്പം അതിലൂടെ കിടന്ന് വരും. അപ്പം പോകുമ്പോൾ കാണാം. ഇതിപ്പോൾ എടുക്കാൻ നേരം ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട്. പാർക്കിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ടിരുന്ന പണികളൊക്കെ ആയിട്ട് നോക്കട്ടെ, പോകുമ്പോൾ കാണാം.